എന്നാ വേണ്ടേ? ഹായ് ഗായ്സ്, അപ്പം ജാനുട്ടിക്ക് വേണ്ടി കുക്കീസ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? വെറും കുക്കീസ് അല്ല, റാഗി കുക്കീസ് തന്നെ ആയിക്കോട്ടെ. അതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് അജ്മയുടെ റാഗി പൗഡറാണ്. 1/2 കപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ട്. റാഗി പൗഡർ മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് ഷേപ്പിലാക്കി എടുക്കാനും പിന്നെ അത് ബേക്ക് ചെയ്ത് കിട്ടാനും ഭയങ്കര പാടാണ്. ബോൾസ് ആക്കി എടുക്കുമ്പോഴത്തേക്ക് അത് പൊടിഞ്ഞു പോവേ. പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഡാർക്ക് കൊക്കോ പൗഡർ ആയതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മാത്രം എടുത്തിട്ടുള്ളേ. ഇത്രയും നമ്മൾ അരിപ്പയിലിട്ട് അരിച്ച് നമ്മൾ മാറ്റി വെക്കുവാണ്. പിന്നെ നമ്മൾ മുട്ട ചേർക്കാതെ അമുലിൻ്റെ 100 ഗ്രാം ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര പൊടിച്ചതാണ് യൂസ് ചെയ്തത്. ഫസ്റ്റ് ശർക്കരയും ബട്ടറും കൂടെ നമ്മൾ ബീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിസ്ക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ക്രീമി ടെക്സ്ചർ ആവുന്നതിന് വരെ നമ്മൾ ബീറ്റ് ചെയ്യണേ. പിന്നെ അതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള റാഗിയുടെ മിക്സ് കുറച്ചായിട്ട് നമ്മൾ ചേർക്കണം. കട്ടിയൊന്നുമില്ലാതെ നല്ല നമുക്കൊരു ബോളാക്കാൻ പറ്റുന്ന ഒരു പാകത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ പാൽ ചേർത്താലും മതിയേ. വിസ്ക് വെച്ച് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് കൈ കൊണ്ടാണെങ്കിലും നമുക്കത് മിക്സ് ആക്കി ഒരു പരുവാകുന്നതിന് വരെ നമ്മൾ മിക്സ് ചെയ്യണം. പിന്നെ ഒരു 10 മിനിറ്റ് നേരം നമുക്കതൊന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാവേ. എൻ്റെ മോഫി റിച്ചാർഡ്സിൻ്റെ ഓവനാണ് വരുന്നത്. 160 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ആണ് ഞാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് പ്രീഹീറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ബോൾസായിട്ട് റാഗിയുടെ മിക്സ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവേ. ചെറിയ ബോളാക്കി ഉരുട്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഫോർക്ക് വെച്ചിട്ടൊരു ചെറിയ ഡിസൈനും കൊടുക്കുന്നുണ്ട്. എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഓവൻ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാവേ. 10 to 12 മിനിറ്റ് വെച്ചാൽ മതിയേ. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതൊരു സോഫ്റ്റായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. നമ്മൾ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോൾ ശേഷമായിരിക്കും നമുക്കത് ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റും ആണ് ഈ കുക്കീസിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. ശർക്കര ചേർത്തുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കഴിക്കാവേ. അപ്പോൾ എങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലേ?